സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് ഞാൻ നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് ആരോഗ്യത്തെക്കുറിച്ചിട്ടും ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അതിന് പകരം ഇന്നലെ ഞാനിട്ട എൻ്റെ വീഡിയോക്ക് ഒരു കമൻ്റ് വന്നിട്ടുണ്ട്. ആ കമൻ്റ് ചെയ്ത ആളോട് നന്ദിയുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ കമൻ്റ് ചെയ്തതിന് അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു. KV തോമസ് എന്നൊരാൾ രാസവളം കണ്ടുപിടിച്ചതിന് ശേഷം ഹരിത വിപ്ലവം ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ ഇന്നും ഭക്ഷ്യസുരക്ഷ ഇല്ലാതെ PL 480 തെണ്ടിത്തിന്നുന്ന ജനക്കൂട്ടം മാത്രം ആയിരുന്നേനെ. ഇന്ത്യ ഒരു ഫ്രീ നാഷൻ ആയിരിക്കുമോ എന്നു തന്നെ സംശയം എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു സംസാരിക്കാം എന്ന് വിചാരിക്കും. കാരണം ഇത് വളരെ ആഴത്തിലുള്ള ശാസ്ത്രീയമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു വിശ്വാസമാണ്. അതായത് ഈ ആധുനിക രീതിയിലുള്ള കൃഷി സമ്പ്രദായവും കീടനാശിനിയും രാസവളവും ഒക്കെയാണ് യഥാർത്ഥത്തിൽ കൃഷിയെ ബൂസ്റ്റ് ചെയ്തതെന്നും അതുകൊണ്ടാണ് നമ്മൾക്കൊക്കെ ജീവിക്കാനായത് എന്ന ഒരു എട്ടുകാലി മമ്മൂഞ്ഞ് വാദം യഥാർത്ഥത്തിൽ ഇവിടെ പരക്കുന്നുണ്ട്. അത് പരത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് കുറേ ലാഭമുള്ള കുറേ ജനങ്ങളുണ്ട്, അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കുത്തകകളുണ്ട്. അവർ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ട ഒരു ശാസ്ത്രജ്ഞന്മാരാണ് എന്ന് പറയപ്പെടുന്ന ആൾക്കാർ അതേപടി അത് അംഗീകരിക്കുകയാണ് ചെയ്യണമെന്നർത്ഥം. ഞാൻ അതിനൊരു മറുപടി എന്ന നിലക്ക് ഒരു റിപ്ലൈ ഞാൻ കൊടുത്തിരുന്നു. അതായത് ഞാൻ എഴുതിയിരിക്കുന്നത്, അത് മഹാഭാഗ്യം, രാസവളവും കീടനാശിനിയും കണ്ടെത്തിയിരുന്നില്ലെങ്കിൽ മനുഷ്യരൊക്കെ തെണ്ടിപ്പോയനെ എന്ന വിഖ്യാത നുണ മറ്റൊരു എട്ടുകാലി മമ്മൂഞ്ഞ്, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രസിദ്ധ കഥാപാത്രത്തിൻ്റെ വിശ്വാസത്തള്ളാണ്. അത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല. ദൈവമാണ് മനുഷ്യന് ജീവിക്കാനാവശ്യമായ വായുവും ജലവും ഭക്ഷണവും തരുന്നത് എന്ന് പ്രസ്താവന പോലെ തന്നെയാണത്. താല്പര്യമുള്ളവർക്ക് വിശ്വസിക്കാം എന്ന് മാത്രം. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ കഴിഞ്ഞ കാലത്ത് പിരിച്ചെടുക്കുമായിരുന്ന അന്നത്തെ ഓരോ ഏക്കർ ഭൂമിയുടെയും കണക്ക് ആധികാരിക രേഖയിൽ ലോഗൻസ് മാനുവലിൽ തന്നെ ഉണ്ട്. അത് ഒരിക്കലും ആർക്കും മാറ്റാൻ കഴിയില്ല. അതിൽ മദ്രാസ് പ്രസിഡൻസിയിൽപ്പെട്ട എല്ലാ ജില്ലകളിലും നിശ്ചയിച്ച ഓരോ ഏക്കറിനുള്ള വിളവുകളുടെ കൃത്യമായ കണക്ക് അതിലുണ്ട്. അവർ നികുതി പിരിച്ചുന്നത് അതിനനുസരിച്ചാണ്. ആ മലബാർ മാനുവലിലെ അവർ അതിൽ കണക്കാക്കിയ വിളവ് നിങ്ങളൊന്ന് പരിശോധിക്കുക. അത് പൂർണ്ണമായും ശരിയായിക്കോണമെന്നില്ല. കാരണം വെള്ളക്കാരൻ അവർക്ക് കൂടുതൽ നികുതി പിരിക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ അതിനെ ചെറുക്കാൻ ഇവിടെയുള്ള സാധാരണ ജനങ്ങളും പരമാവധി ശ്രമിച്ചിട്ടുണ്ടാവും. രണ്ടുപേരും തമ്മിലുള്ള ഒരു തർക്കത്തിൽ എന്തായാലും അതൊരു നിയമമായി വന്നതാണ്. അപ്പോൾ അതിനടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് നിങ്ങളൊന്ന് നോക്കുന്നത് നല്ലതാണ് എന്ന്
എനിക്ക് വിനീതമായി ഈ KV തോമസ് സാറിനോട് പറയാണ്. പിന്നെ മറ്റൊന്ന്, ശരിക്കും പറഞ്ഞത് ഈ ശാസ്ത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒന്നാണ്. പക്ഷെ ശാസ്ത്രത്തിന് ചൂഷണം ചെയ്യാനായി, പക്ഷെ ദൈവം എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. സാമാന്യ ആപേക്ഷികത അനുസരിച്ച് അല്ലെങ്കിൽ പൊതു ആപേക്ഷികത അനുസരിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ബുദ്ധിശക്തി കൊണ്ട് ഉരുത്തിരിച്ചെടുത്ത ഈ ലോകത്തിൻ്റെ പ്രവർത്തന രീതി ആണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ കാലത്തെ ശരിയായ ശാസ്ത്രീയമായ ഒരു വിശ്വാസമായിരുന്നു ദൈവം എന്നതും, അല്ലെങ്കിൽ ഭൂതം പ്രേതാദികൾ എന്നതും, അല്ലെങ്കിൽ വസൂരി ദേവത എന്നതും. ഇതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായിട്ട് അവർ പറഞ്ഞിരുന്നതാണ്. മാത്രമല്ല, അതിന് ശാസ്ത്രീയമായിട്ട് തന്നെ എങ്ങനെയാണ് മാന്ത്രികനും പുരോഹിതനും ദൈവഭക്തനുമായ ഒരു ആള് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്, അതൊക്കെ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് അവരൊക്കെ വിശ്വസിച്ചിരുന്നത്. അത് പിന്നീട് ശാസ്ത്രം എന്നത് മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാധനമാണ്. ശാസ്ത്രം മാത്രമല്ല, ലോകത്തെ എല്ലാ വസ്തുക്കളും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ മാറുന്നതാണ് ജീവനുള്ള ഒരു വസ്തുവാണ് ശാസ്ത്രം. അങ്ങനെയുള്ള ഈ ശാസ്ത്രം മാറുമ്പോഴാണ് ഭൂമി പരന്നതും അല്ലെങ്കിൽ ഭൂമി ഉരുണ്ടതും പരന്നതും അതേപോലെ ഗ്രഹങ്ങളൊക്കെ ഉണ്ടായത്. അതിന് മുമ്പത്തെ അന്നത്തെ ശാസ്ത്രം അത് തന്നെയാണ്. അതനുസരിച്ച് അവർ വിശ്വസിച്ചിരുന്നു. ഭൂമി ഈ മനുഷ്യനെ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ പിന്നെ ഇവിടെയുള്ള പുല്ലും ഇവിടെയുള്ള ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ദൈവമാണ് എന്നതൊരു ശാസ്ത്രം തന്നെയാണ്. അന്നത്തെ കാലത്ത് ശാസ്ത്രമാണെന്ന് മാത്രം. അതിൻ്റെ അടിത്തറ മാന്താനും നോക്കാനും ആരും ശ്രമിച്ചിരുന്നില്ല എന്ന് മാത്രം. കാരണം അടിത്തറ ആലോചിക്കാനുള്ള ഒരു സാധാരണ പ്രവണത, അങ്ങനെയുള്ള ശാസ്ത്രീയമായ ബോധം അന്നും ഇന്നും സാധാരണ ജനങ്ങൾക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നിലവിലിരിക്കുന്ന ബോധത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകുക, അതേപോലുള്ള ഒരു ബോധമാണ്. അതായത് ഇവിടെ വസൂരി ദേവതയാണ് വസൂരി ഉണ്ടാക്കിയിരുന്നത്, അതിന് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നു. അതായിരുന്നു അന്നത്തെ ശാസ്ത്രം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആ ഒരു ബംഗാളി നോവലിൽ അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും അന്നും ആ പുരോഹിതൻ പറഞ്ഞിരുന്നത് അയാളെ ഐസൊലേറ്റ് ചെയ്ത് വെക്കുക, അയാളെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, അയാളെ ഹൈജീനിക്കായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതൊക്കെ അത് തന്നെയാണ് ഇന്നും നടക്കുന്നത്. ഒരു അന്ധവിശ്വാസം അവിടുന്ന് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ദേവത പോയി, അത് വൈറസായി എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. ദേവതക്കും വൈറസിനും സാധാരണ മനുഷ്യനും ഒരേ ബന്ധമാണുള്ളത്. ഒക്കെ വിശ്വാസമാണ്, അല്ല നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഈ വിശ്വാസങ്ങളൊക്കെ. ആ വിശ്വാസങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് ആരാണ്? അക്കാലത്ത് അത് ശ്രദ്ധിക്കണം നിങ്ങൾ. ഏത് കാലത്താണോ ഈ ഇങ്ങനെയുള്ളൊരു വിശ്വാസം ഉരുത്തിരിഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം ഉരുത്തിരിഞ്ഞു വരുന്നത്, അത് അന്നത്തെ ശാസ്ത്രീയമായി ഏറ്റവും മുന്നിലുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്നതോടുകൂടി അതാണ് പിന്നെ വിശ്വാസം. ആരും ഒരു കാലത്തും അന്ധവിശ്വാസമാണ് വിചാരിച്ചിട്ട് വിശ്വസിച്ചിട്ടില്ല. എല്ലാം അന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമാണ്. ഇന്നും അങ്ങനെയാണ്. ദൈവവിശ്വാസികളൊക്കെ തന്നെ ശാസ്ത്രീയമാണ് എന്ന് വിശ്വസിച്ചിട്ട് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ ഇന്നും നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഈ പിന്നെ മറുതയിലും അല്ലെങ്കിൽ പിന്നെ ദേവിയിലും ദേവന്മാരിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരില്ലേ? അവരൊക്കെ ആത്മാർത്ഥമായിട്ടും ശാസ്ത്രീയമായിട്ട് തന്നെ
അവരുടെ വീക്ഷണത്തിലെ ശാസ്ത്രീയത കൊണ്ട് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അതിനുള്ള കാരണങ്ങളും അവർക്കുണ്ട്. അതേപോലെയുള്ള കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഇദ്ദേഹം പറഞ്ഞ ഈ രാസവളവും കീടനാശിനിയും ഒക്കെ ഉണ്ടായത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്ന നമ്മളെ എന്താണ് അയാളുടെ പേര്, സ്വാമിനാഥൻ കൊണ്ടുവന്ന ഹരിത വിപ്ലവം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞതാണ്. അതൊന്നും ശാസ്ത്രീയമായി തെളിയിച്ചതല്ല. പക്ഷേ മാത്രമല്ല, ഈ കാര്യം കൊണ്ട് കോടിക്കണക്കിന് രൂപ ഈ സമൂഹത്തിൽ നിന്ന് പറിച്ചെടുക്കാൻ അതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ രാസവളവും കീടനാശിനിയും കൂടുതൽ ഉപയോഗിച്ചത് കാരണം ആ മണ്ണിൻ്റെ ഗുണവും അതിൻ്റെ കാർബൺ കണ്ടൻറ്റും കുറഞ്ഞു വന്ന് പിന്നീട് മനുഷ്യന് തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി എന്നും അത് പിന്നീട് തിരിച്ചു കൊണ്ടുവന്നത് സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിങ്ങിൻ്റെ ഈ സുഭാഷ് തലേക്കറുടെ സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് വഴി അദ്ദേഹം തിരിച്ചു പോയിട്ട് അവിടെ ആ മണ്ണും ഇതിൻ്റെ സമൃദ്ധിയും കൂട്ടുകയാണ് ചെയ്തതെന്നാണ് കേട്ടത്. എന്തായാലും അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഈ ഹരിത വിപ്ലവത്തിന് മുമ്പൊക്കെ ലോകം ഇവിടെ ഉണ്ട്. മാത്രമല്ല, അതിനു മുമ്പും ഈ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കാലത്തും ബ്രിട്ടീഷുകാരുടെ മുമ്പും ഇവിടെ ഈ ലോകമുണ്ട്. അന്നൊന്നും ഇല്ലാത്ത ഒരു പട്ടിണി ഉണ്ടാവാനും അന്നൊന്നും ഇല്ലാത്ത ഒരു ക്ഷാമം ഉണ്ടാവാനുള്ള കാരണങ്ങൾ രാഷ്ട്രീയമാണ് മോനെ. KV തോമസ് ദയവ് വിചാരിച്ചിട്ട് അതൊന്ന് പഠിക്കണം. വിളഞ്ഞിരിക്കുന്ന പാടങ്ങൾ 100% വിളഞ്ഞിരിക്കുന്ന പാടങ്ങൾ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. കാരണം ജപ്പാൻകാരങ്ങൾ തിരിച്ചു വന്നാൽ അവരിത് ഉപയോഗിക്കും എന്നുള്ളതുകൊണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ചമ്പാരനിൽ എന്തിനാണ് സമരം ചെയ്തതെന്നറിയോ? അവർക്ക് ആവശ്യമില്ലാത്ത നീലം കൃഷി നിർബന്ധിച്ചതുകൊണ്ടാണ്. ചമ്പാരനിലെ ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നിട്ട് ഒരു സമരം നയിച്ചത്, അതും ഏറ്റവും സുന്ദരമായി അഹിംസാ സമരം നയിച്ച് അത് വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്ത സംഭവമാണ് ചമ്പാരൻ. അതെന്തിനായിരുന്നു? അവരെ കൊണ്ട് നീലം കൃഷി ചെയ്യിക്കുക. കാരണം എന്താ? ഈ നീലം കൃഷി ചെയ്യണമെങ്കിൽ ഇവിടെ പറ്റുള്ളൂ, യൂറോപ്പിൽ പറ്റില്ല. ആ നീലം കൃഷി ചെയ്തിട്ട് ആ നീലം എന്നത് അവർക്ക് കൈത്തറിയിൽ അല്ലെങ്കിൽ വസ്ത്രത്തിന് മുക്കാനുള്ള ഒരു സാധനമായിട്ട്, അങ്ങനെ അതിനാണെങ്കിൽ വിലയും കിട്ടില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് അവരെ ചെയ്തത്. അന്നൊക്കെ അവർക്ക് പട്ടിണിയാവാൻ കാരണം എന്താ വെച്ചാൽ അവരെ കൊണ്ട് ഈ ഭൂമിയിൽ കൃഷി എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചിരുന്ന അവരല്ല, അത് വെള്ളക്കാരനാണ്. വെള്ളക്കാരൻ്റെ ലാഭത്തിനുള്ള താല്പര്യവും ലാഭേച്ഛ കൊണ്ടും അവരുടെ ഭക്ഷ്യവിളകൾ ഉണ്ടാക്കാൻ തന്നെ അനുവദിക്കാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ പട്ടിണി കിടന്നതും. അതേപോലെ തന്നെ അന്ന് ആസ്ട്രേലിയയിൽ നിന്നോ മറ്റോ ഇങ്ങോട്ട് അയച്ചിരുന്ന കപ്പൽ കണക്കിന് ധാന്യങ്ങൾ അത് ഇങ്ങോട്ട് വേണ്ട, അത് നേരെ ഈ മധ്യധരണ്യയിലേക്ക് തിരിച്ചു വിട്ടത് വിൻസ്റ്റൺ ചർച്ചിലാണ്. അങ്ങനെ കൽപ്പിച്ചു കൂട്ടി പട്ടിണി ഉണ്ടാക്കിയതാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അല്ലാതെ ഇന്ത്യക്കാർ ഒരിക്കലും ഈ ബ്രിട്ടീഷുകാർ വരുന്നതിൻ്റെ മുമ്പ് പട്ടിണിയായിരുന്നില്ല എന്ന് മാത്രമല്ല, അന്നത്തെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ, ഇത് അടിവര ഇട്ടിട്ടാണ് പറയുന്നത്, ലഭ്യമായ ഇതുവരെയുള്ള ചരിത്രം അനുസരിച്ചാണ് പറയുന്നത്, ആകെയുള്ള GDPയുടെ 25% ഞാൻ കേട്ടെടുത്തോളം ഞാൻ മനസ്സിലാക്കി 1700-ൽ 26-27%, ഈ 1800-ൽ 25% ആകെയുള്ള ടോട്ടൽ GDPയിൽ നമ്മളും ചൈനയും മാത്രമാണ്
ഈ ഏറ്റവും കൂടുതലായിട്ട് GDP-യിൽ സമ്പത്ത് ഉണ്ടായിരുന്ന ജനത അതൊന്നും നമ്മളെ നമ്മളെ വിദ്യാഭ്യാസത്തിൽ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. കാരണം പഠിപ്പിക്കില്ല. കാരണം ആ വെള്ളക്കാരനാണ് ഇവിടെ നമ്മളെല്ലാം ചെയ്തു തന്നതും. ആ എട്ടുകാലി മമ്മൂഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ തെണ്ടിപ്പോയേനെ എന്നും പറയാൻ നമ്മളെ പഠിപ്പിച്ചത് ഈ വെള്ളക്കാരൻ തന്നെയാണെന്ന് അർത്ഥം. അത് അംഗീകരിച്ച് എന്നുള്ളതല്ലാതെ ശാസ്ത്രീയമായി രാസവളത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കൾക്കോ ജീവനെ, സസ്യത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിവുണ്ട് എന്ന് ഇതുവരെ തെളിയിച്ചിട്ടില്ല. മാത്രമല്ല, നിങ്ങൾ തന്നെ നോക്കുക, ഈ രാസവളവും കീടനാശിനി ഉണ്ടായിട്ടല്ലല്ലോ കാടിലുള്ള വൃക്ഷങ്ങളും പിന്നെ മരങ്ങളൊക്കെ കായ്ക്കണതും പൂക്കണതും. അവിടെ നിങ്ങൾ നോക്കുക, എന്തൊരു കായാണ് അവിടെ ഉണ്ടാവുകയെന്നറിയോ? കാരണം അവിടെയുള്ള മണ്ണിലുള്ള കാർബൺ കണ്ടൻറ്റ് വളരെ കൂടുതലാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വിളവാണ് അവിടെ കിട്ടുന്നത്. മാത്രമല്ല, അവിടെ ആരും രാസവളവും കീടനാശിനിയും ഉപയോഗിച്ചിട്ടല്ല അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് സ്വാഭാവികമായ മണ്ണിൻ്റെ സ്വാഭാവികമായ നില. അതിനെ എങ്ങനെ മനുഷ്യൻ്റെ ഇടപെടലോടുകൂടി എത്രയും വേഗത്തിൽ മണ്ണിനെ ജീവസമൃദ്ധമാക്കാം, അതിലുള്ള ബാക്ടീരിയകൾ, അതിലുള്ള ഫംഗസുകൾ, അതിലുള്ള എല്ലാ ചെറിയ ജീവികൾ മുതൽ മുറിച്ച് വലിയ ജീവികൾ വരെയുള്ള, അതാണ് യഥാർത്ഥത്തിൽ മണ്ണിൻ്റെ ജീവൻ. എത്ര കണ്ട് മണ്ണിൻ്റെ ജീവൻ കൂടുതലുണ്ടോ അത്ര കണ്ട് വലിയ സസ്യങ്ങളും അത്ര കണ്ട് സസ്യത്തിൻ്റെ ഉൽപ്പന്നങ്ങളുമാണ് ഉണ്ടാവുക. അതാണ് ശരി, അതാണ് സത്യം. നിങ്ങൾ കാട്ടിലെ ഏതൊരു മരം എടുത്ത്, മാവ് എടുത്ത് നോക്കിക്കോ, പ്ലാവ് എടുത്ത് നോക്കിയോ, എന്തിനും തെങ്ങെടുത്ത് നോക്കിക്കോ, അതിനൊക്കെ വളരെ വളരെ കൂടുതൽ വിളവാണ് കിട്ടുന്നത്. അതിനാരും ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല, ശാസ്ത്രീയമായൊരു കൃഷി നടത്തിയിട്ടില്ല. അതൊക്കെ അവർക്ക് അതിന് പ്രകൃതിക്ക് കൃത്യമായിട്ട് അറിയാം. അത് മണ്ണ് എത്ര കണ്ട് നന്നാവുന്നു അത്ര കണ്ട് അതിനാവശ്യമായ ചേരുവകൾ, ഭക്ഷണം പാചകം ചെയ്യുന്ന ജോലി ഈ സൂക്ഷ്മജീവികൾക്കും ബാക്ടീരിയകൾക്കുമാണ്. അവരത് പാചകം ചെയ്ത് അത് വെള്ളത്തിൽ ലയിക്കുന്ന രീതിയിലാക്കി അത് വേരുകൾ ഓസ്മോസിസ് വഴി അകത്തേക്ക് എടുക്കുക. അങ്ങനെയാണ് അവർക്കത് കിട്ടുന്നത്. അതിൽ നമുക്ക് ഒരു പരിധിയിലപ്പുറം ഇടപെടാൻ കഴിയില്ല. ആ മണ്ണിൽ ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രാസവളവും കീടനാശിനിയും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. രാസവളം കീടനാശിനി ആദ്യം ഉപയോഗിച്ചാൽ കൂടുതൽ വിളവുണ്ടാവും, സംശയമില്ല. കാരണം അവിടെയുള്ള എല്ലാം ഞണ്ട്, ഞൗഞ്ഞി, തവള, ഉറുമ്പ്, ചെതല്, പിന്നെ മത്സ്യങ്ങൾ, ഇതൊക്കെ തന്നെ നശിച്ച് അതൊക്കെ ചീഞ്ഞളിഞ്ഞ് ആ ബയോമാസും കൂടി ആദ്യത്തെ രാസവള പ്രയോഗത്തിൽ ഈ സസ്യങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട് അതിനൊരു ബൂസ്റ്റ് തോന്നും. പക്ഷേ ഒരു കാലത്തും അതേ രാസവളം ഇട്ടാൽ അടുത്ത പ്രാവശ്യം അതേ വിളവ് ഉണ്ടാവില്ല. വിളവ് കുറഞ്ഞു വന്ന്, കാരണം എന്താ? ആ മണ്ണിൻ്റെ ജീവൻ കുറഞ്ഞു വരിക എന്നുള്ളതിൻ്റെ ലക്ഷണമാണത്. അത് രാസവളം അത്ര തന്നെ ഇട്ടാലും ഇനി അതിൻ്റെ ഇരട്ടിയിട്ടാലും പിന്നെ വിളവ് കുറഞ്ഞത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ അവസാനം മണ്ണിൽ ഒരു ജീവനും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് അത് മാറും. ഇപ്പം നമ്മൾക്ക് എൻ്റെയൊക്കെ എനിക്ക് 75 വയസ്സായി. എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ സാധാരണ നമ്മളെ നാട്ടിലെ ഒരു കണ്ടത്ത്, ഒരു പാടത്ത് കൃഷി ഈ കന്നിമാസത്തിലൊക്കെ കൊയ്യണ സമയത്ത് നാട്ടുകാർക്ക് മുഴുവൻ മത്സ്യം കിട്ടിയിരുന്നു. മത്സ്യങ്ങൾ, ഞണ്ട്, പിന്നെ കക്കുകൾ, അതേപോലെ ഞൗഞ്ഞികൾ, ഇങ്ങനെ എന്തൊക്കെ അതേപോലെ നീർക്കോലികൾ, ഇങ്ങനെ എന്തൊക്കെ ജീവികൾ ഉണ്ടായിരുന്നതാണ് അതിൽ നിന്നറിയോ? ഇന്ന് വയലുകൾ ചെന്ന് നോക്കുള്ളൂ, അതൊക്കെ ഊഷരമായിരിക്കുന്നു.
അതിലാകെ ഈ നെല്ല് മാത്രമാണുള്ളത്. അത് തന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ അതും കൂടി ഇല്ലാത്ത അവസ്ഥയിലേക്ക് മണ്ണ് പരുവപ്പെട്ടു പോയി പോകുന്നു. അതായത് അതിൽ കാർബൺ കണ്ടൻറ്റും ജീവൻ്റെ അംശങ്ങളും കുറഞ്ഞു വരിക എന്നുള്ളതാണ് ഈ ഹരിത വിപ്ലവം കൊണ്ടുണ്ടായത്. ഈ ഹരിത വിപ്ലവത്തിൻ്റെ സ്വാമിനാഥൻ തന്നെ അവസാന കാലത്ത് ജൈവ കൃഷിയാണ് വേണ്ടത്, അത് ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അന്ന് നമ്മളെ ഈ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണെന്ന് രക്ഷപ്പെടുകയാണ് അയാൾ ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ ഹരിത വിപ്ലവം കൊണ്ട് കുറേ കാശുകൾ മുടക്കുന്നത് അതിനനുസരിച്ച് കൂടുതൽ നമ്മുടെ വയലിൽ അല്ലെങ്കിൽ മണ്ണിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന അതേ ഇത് ചെയ്താൽ തന്നെ അതിനേക്കാളിലൊക്കെ കൂടുതൽ വിളവുണ്ടാവും. മാത്രമല്ല മണ്ണ് കൂടുതൽ സമ്പന്നമാവും എന്നത് തെളിയിക്കുന്നതാണ് സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ്. അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഒരു 4 വർഷമാകുമ്പോഴേക്ക് ഒറ്റ പ്രാവശ്യം നട്ട കരിമ്പൊക്കെ തന്നെ നല്ല വണ്ണത്തിൽ നല്ല ബലത്തിൽ കൂടുതൽ വിളവ് പഞ്ചസാര കമ്പനിക്കാർ കൂടുതൽ വില കൊടുക്കുന്ന അവസ്ഥയിൽ ഈ പഞ്ചസാര കൂടുതലുള്ള ഒരവസ്ഥയിലേക്ക് ഒരു രാസവളവും കീടനാശിനി ഇല്ലാതെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ് നടന്നത് മൈസൂരിലെ കൃഷ്ണപ്പയുടെ തോട്ടത്തിൽ പോയിട്ട്. അപ്പോൾ ഈ രാസവളവും കീടനാശിനിയും നിങ്ങൾ കുറച്ച് ഉപയോഗിച്ചാൽ പോലും അത് മണ്ണിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുകയാണ്. മണ്ണിൻ്റെ ജീവൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് മണ്ണിന് ജീവനില്ല, പക്ഷെ മണ്ണിൽ ഉള്ള എല്ലാ ചെറിയ സൂക്ഷ്മജീവികൾ മുതൽ വലിയ ജീവികൾ വരെയുള്ള ആകെയുള്ള ജീവൻ്റെ ആകത്തുക, അതാണ് മണ്ണിൻ്റെ ജീവൻ. അത് ഏത് രാസവളം എത്ര കുറച്ച് ഉപയോഗിച്ചാലും എത്ര കൂടുതൽ ഉപയോഗിച്ചാലും അത് നശിപ്പിക്കാനല്ലാതെ അത് കൂട്ടാൻ ഒരിക്കലും ഒരു രാസവളത്തിനോ ഇനി കീടനാശിനിൻ്റെ കാര്യം പറയണ്ട, കീടനാശിനിക്കോ കഴിയില്ല. അത് യാതൊരു സംശയവും ശാസ്ത്രീയമായിട്ട് ചിന്തിക്കണം എന്ന് ഞാൻ പറയുന്നുള്ളൂ എന്നർത്ഥം. അപ്പം ഇത് ഇങ്ങനെ ഓരോ കാലത്തും ആ കാലത്ത് നിലവിലുള്ള പ്രമാണിമാർ, ആ കാലത്ത് സമൂഹത്തെ നിയന്ത്രിച്ചിരുന്നവർ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ബിംബങ്ങളെ അവർ പുറത്തെടുത്തിരുന്നു. അതാണ് പിന്നെ ഈ ഭൂതങ്ങളാണെങ്കിലും ദൈവമാണെങ്കിലും പിശാചുക്കളാണെങ്കിലും വസൂരി ദേവതയാണെങ്കിലും ഒക്കെ. അപ്പോൾ അത് അതേപോലെ തന്നെ അതിൻ്റെ ഭാഗമാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. ഈ ഭൂമിയിലുള്ള എല്ലാം നിയന്ത്രിക്കുന്നതും ഉണ്ടാക്കിയതൊക്കെ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ പുരോഹിതനാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ആൾ. ശാസ്ത്രം എന്നത് അവരുടെ കയ്യിലാണ്, അതാണ് ശരി എന്നും വിചാരിച്ചിരുന്നു. അങ്ങനത്തെ ഒരവസ്ഥ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ ആ ബോധം പിന്നീട് വിശകലനം ചെയ്യുമ്പോൾ മാറി വന്നിട്ടുണ്ടാവും, മാറി വരും. അതായത് നമ്മൾ പറയുന്നത് ഒരു രാസവസ്തുവിനും, അതായത് ജീവനില്ലാത്ത വസ്തുക്കളും ജീവനുള്ള വസ്തുക്കളും, ഈ ജീവനുള്ള വസ്തുക്കൾ എന്നത് വേറൊരു സാധനമാണ്. അത് ആകെയുള്ള പ്രകൃതിയുടെ നിയമം അനുസരിച്ച് രാസവസ്തുക്കളെ വേണ്ട രീതിയിൽ സംയോജിപ്പിച്ച് ഉണ്ടാക്കുന്ന അതിൻ്റെതായ രീതിയിൽ ഉണ്ടാക്കുന്ന ഇപ്പോൾ ക്ലോറോഫിൽ ആണ് യഥാർത്ഥത്തിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി തന്നെ. പക്ഷേ അങ്ങനത്തെ ഒന്ന് ഉണ്ടാക്കാൻ, അതായത് ഒരു ഊർജ്ജ ഗുളിക ഉണ്ടാക്കുന്നത് പച്ചിലകളാണ്. അങ്ങനെയുള്ള ഒരു സംവിധാനം, ഇത്രയും എളുപ്പത്തിൽ ചിലവില്ലാത്ത ഒരു സംവിധാനം ഉണ്ടാക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതിയിലെ ഈ
ഭൗമഗോളം, ആ ഗോളത്തിന് ചുറ്റും അത് കറങ്ങുന്നത്, പിന്നെ അതേപോലെ തന്നെ സൂര്യൻ്റെ യാത്ര, ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള യാത്ര, ഇതൊക്കെ തന്നെ എങ്ങനെയാണോ അതേപോലെയുള്ള ഒരു സംവിധാനമാണ് ഈ ക്ലോറോഫിലും. ഈ ക്ലോറോഫിൽ എന്നത് പച്ച ഇലകളും ഹരിതകമാണെങ്കിൽ പോലും അതിൽ സൂര്യപ്രകാശം തട്ടുകയാണെങ്കിൽ അതിനടുത്തുള്ള കാർബോഹൈഡ്രേറ്റും മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ കാർബൺ ഡൈ ഓക്സൈഡും മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കാൻ അതിന് കഴിയും. അപ്പോൾ ആ ഊർജം കൂടി അത് സ്വയം സ്വീകരിക്കും. കാരണം അതൊരു എൻഡോതെർമിക് റിയാക്ഷനാണ്. അതായത് ഊർജം അതിനാവശ്യമുണ്ട്. ഈ ഊർജം കൂടി കിട്ടിയാൽ അതിന് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കാൻ വഴിയുള്ളൂ. ആ കാർബോഹൈഡ്രേറ്റ് തിരിച്ച് തീ കത്തിച്ച് കളഞ്ഞാൽ അതിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോവും, വെള്ളം പുറത്തേക്ക് പോവും. അങ്ങനെ അത് തിരിച്ചു വരുന്ന ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതാണ് അതിൻ്റെ സത്യം. എന്തായാലും ഈ പ്രക്രിയകളൊക്കെ തന്നെ ചില ആൾക്കാർക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് നടക്കുന്ന കുറേ ശാസ്ത്രമാണ്. ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ശരിയാണ്, അങ്ങനെ അന്നത് എല്ലാവരും വിശ്വസിച്ചിരുന്നു, ഏറ്റവും ശാസ്ത്രീയമാണ്. പക്ഷേ അതാണ്ട് പുരോഹിതന്മാർക്കും അതേപോലെ തന്നെ സഭകൾക്കൊക്കെ വലിയ ഉപകാരം ഉണ്ടായിരുന്നു. അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ, മറ്റുള്ളവരുടെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് ജീവിക്കാൻ അത് അത്യാവശ്യമായിരുന്നു. അത് പിന്നീട് ശാസ്ത്രീയമായ കുറേ കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നപ്പോഴാണ് അതിൽ പല അബദ്ധങ്ങളും പറഞ്ഞു പോയതുകൊണ്ട് അതില്ലാതായത്. എന്ന് വെച്ചാൽ ഈ ചൂഷണം ഉപാധി പുതിയ ആൾക്കാരെ ഏറ്റെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഡോക്ടർമാർ, അല്ലെങ്കിൽ പണ്ട് നമ്മൾ ഈ ലോകം മുഴുവൻ ഒരു ദുരൂഹമായ, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ടും വിവരിക്കാനാവാത്ത രീതിയിലുള്ള പല പ്രക്രിയകളും നടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ ആണ് എന്ന് വിചാരിച്ച് ആ ദൈവത്തിന് പറയുന്ന ആൾക്കാർ അംഗീകരിച്ച, അതിന് പകരം ഇപ്പം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഇന്നും കുറേ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഒരു പരിധിവരെ അംഗീകരിച്ച് മനസ്സിലാക്കി തന്നപ്പോൾ പിന്നെ അവർ ചൂഷണം ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണ് ഇത് ചെയ്യണത്. ഈ അറിവുകളൊക്കെ തന്നെ എല്ലാ കാലത്തും ആ സമൂഹത്തിലുണ്ടാകുന്ന അറിവുകളൊക്കെ തന്നെ ഒരു പ്രത്യേക വർഗം, ചൂഷകവർഗം, അവർക്ക് മറ്റുള്ളവരിൽ ആധിപത്യം ചെലുത്താനും മറ്റുള്ളവരുടെ അധ്വാനം ചൂഷണം ചെയ്യാനും ആയിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. അത് ഇന്നും അതേപടി നടക്കുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ രാസവളവും കീടനാശിനിയും ഒക്കെ ഈ കൃഷിയിലേക്ക് വരാൻ കാരണം. അതിന് മുമ്പ് ഉണ്ടായിരുന്നവരൊക്കെ തൊലയാൻ കാരണം, അല്ലെങ്കിൽ അതിനു മുമ്പുള്ളവരൊക്കെ പിന്നെ അശാസ്ത്രീയമായിരുന്നു എന്നും അവർക്കൊന്നൊരു വിവരമില്ല എന്നും ഉള്ളത് ഇവരുണ്ടാക്കിയ ഒരു പുതിയ ബോധമാണ്. ഈ മസ്തിഷ്ക പ്രാക്ഷാളനം നടത്തിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കൂ. രാസവസ്തുക്കൾ ഒരിക്കലും ജീവന് ഉതകുന്നതല്ല. ജീവന് ഉതകുന്നത് മാത്രമേ സസ്യത്തിൻ്റെ ആരോഗ്യവും സസ്യത്തിൻ്റെ ശക്തിയും ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതില്ലാത്തപ്പോൾ ഈ യൂറിയയുടെ കാര്യം തന്നെ പറഞ്ഞാണ്, അത് 1883 മറ്റോ ആണ് അത് വേർതിരിച്ചെടുത്തത്. അന്ന് തന്നെ അത് ജർമ്മൻ ശാസ്ത്രജ്ഞനാണെന്നാണ് എൻ്റെ ഓർമ്മ. ആദ്യം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് 1773 മറ്റോ കണ്ടെത്തിയിരുന്നു. പക്ഷേ അത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് 1883. ഡേറ്റ് ഒരു പക്ഷേ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഞാൻ പണ്ട് കോളേജ് പഠിച്ചിരുന്ന ഒരു 50 കൊല്ലം മുമ്പ് പഠിച്ച ഓർമ്മയിലാണ് പറയുന്നത്. അപ്പോൾ അന്ന് തന്നെ ഈ രാസവളം ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ സസ്യങ്ങൾ വളരെ പെട്ടെന്ന് പിന്നെ
വിജൃംഭിതമായി വരുന്നു, കുറച്ച് കഴിഞ്ഞ കീടങ്ങളെ നശിപ്പിക്കുന്നു. അന്ന് അത് കണ്ടെത്തിയ ആൾ തന്നെ എഴുതി വച്ചിരുന്നു നടത്തും. ഇത് കണ്ടുപിടിച്ച ആ ജർമ്മൻ ശാസ്ത്രജ്ഞൻ തന്നെ അതൊക്കെ എഴുതി വച്ചിരുന്നു. അത് പിന്നീട് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം അന്ന് ആദ്യം ഈ രാസ ഫാക്ടറികൾ ഉണ്ടാക്കിയത് കീടനാശിനി അതായത് മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. മസ്റ്റാർഡ് ഗ്യാസ്, ടിയർ ഗ്യാസ് പോലുള്ള വസ്തുക്കൾ യുദ്ധത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടാണ് ഈ വ്യവസായത്തിൻ്റെ തുടക്കം. അവർക്ക് യുദ്ധം കഴിഞ്ഞപ്പോൾ ജോലി ഒരു പണിയില്ലാതായപ്പോഴാണ് ഈ പണ്ട് എടുത്തു വച്ചിരുന്ന ഈ യൂറിയയും അല്ലെങ്കിൽ ഇതും രണ്ടാമത് കൊണ്ടുവന്ന് അത് ലോകത്തെ വലിയ രാജ്യങ്ങളുടെ നേതൃത്വത്തെ, പ്രത്യേകിച്ച് സർക്കാരുകളെ സ്വാധീനിച്ച് അത് ലോകത്താകെ പരത്തിയത്. ഇത് കൊണ്ട് ആണ് ഈ സസ്യങ്ങളുണ്ടായതെന്നും സസ്യങ്ങൾക്ക് വിളവുണ്ടാകുന്നതും എന്നത് ഒരു അന്ധവിശ്വാസമാണ്. അത് യഥാർത്ഥത്തിൽ ഇതുവരെ തെളിയിച്ചിട്ടില്ല. കാരണം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ ഏതെങ്കിലും വെർജിനായിട്ടുള്ളൊരു സോയിലിൽ അല്ലെങ്കിൽ നമ്മളെ പൂനം കൃഷി ചെയ്യുന്ന ഒരു വിത്തിട്ട് നോക്കും. അതിലുണ്ടാകുന്ന വിളവിൻ്റെ അടുത്തൊന്നും ഒരിക്കലും, അതായത് ഒരു രാസവസ്തുവോ ഒരു കീടനാശിനിയോ ഇല്ലാത്ത തൊടാത്ത സ്ഥലത്ത് അതിലുണ്ടാകുന്ന വിളവിൻ്റെ വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ നമുക്ക് ഈ എല്ലാ രാസവളവും കീടനാശിനിയൊക്കെ ഇട്ടാലും ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രത്യേകിച്ച് ഈ ആദിവാസികൾ മേഖലകളിൽ ഇന്നേ വരെ പൂനം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ കുറച്ചു കാലം കൃഷി ചെയ്തതിന് ശേഷം ഒരു 2-3 കൊല്ലം കൃഷി ചെയ്യുള്ളൂ. അത് ഒന്നായിട്ട് വെട്ടിച്ചുട്ടിട്ട് ഒന്നായിട്ട് ചെയ്യുക. അതിലുണ്ടാവുന്ന വിളവ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അപ്പോഴറിയാം ഈ ആധുനിക അഗ്രികൾച്ചർ യൂണിവേഴ്സിൻ്റെ സമവാക്യങ്ങളൊന്നും ഒന്നുമേ അല്ല എന്ന്. ഇപ്പോൾ ഈ ചെറിയൊരു ഉദാഹരണം ഞാൻ നിങ്ങളെ അത്ഭുതപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാത്തൊരു കാര്യം പറഞ്ഞുതരാം. അതായത് സാധാരണ നമ്മളെ ഈ മുള്ളഞ്ചീരുണ്ടല്ലോ, ഈ ഇപ്പോൾ ഇവർ ഈ ആദിവാസികൾ, അട്ടപ്പാടിയിലുള്ള ആദിവാസികൾ അവരെ പൂനം കൃഷി ചെയ്യുന്നത് ഒന്നിച്ചാണ്. കമ്പളം കൊത്തുന്നാന്ന് പറഞ്ഞത്. ഒരു 10-16 വിത്തുകൾ ഒന്നിച്ചാണ് ഇടുക. എന്നിട്ട് ഓരോന്നോരോന്ന് എടുക്കും. അതിൽ പിന്നെ തോരുണ്ടാവും, ഈ ചീര ഉണ്ടാവും. ഈ ചീരൻ്റെ വിത്ത് മാത്രം ചാക്ക് കണക്ക് എടുത്തു വെച്ചിട്ട് അവർ ഇത് കഴിഞ്ഞാലും നടക്കുന്ന കൊല്ലം മുഴുവൻ ഈ വൈകുന്നേരങ്ങളിൽ ഈ വിത്ത് പൊരിയാക്കിയിട്ട് അത് തേനും കൂട്ടി തിന്നുമായിരുന്നു. ഇന്നിപ്പോൾ അതുണ്ടോ എനിക്കറിയില്ല. കാരണം ഇതുവരെ ഉണ്ടായിരുന്നു. അത്രത്തോളം. ഇന്ന് നമ്മൾ ചീരങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ചീരയുടെ വിത്ത് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അത് ചാക്ക് കണക്കിന്, 1-2 ചാക്കൊന്നുമല്ല, ചാക്ക് കണക്കിന് ഉണ്ടാക്കിയിട്ട് അതൊന്നായിട്ട് അവരൊരു പിന്നെ ധാന്യക്കുഴി എന്നാണ് പറഞ്ഞത്. ആ കുഴിയിൽ എടുത്തു വെച്ചിട്ട് ആവശ്യത്തിന് എടുക്കുമായിരുന്നു. ആ കുഴിയുടെ എന്താ വെച്ചാൽ അത് ഇത്രയും സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കീടനാശിനിയും പിന്നെ വിഷവും ചേർക്കാത്ത രീതിയിൽ ഒരിക്കലും ഒരു കീടങ്ങളും വരാത്ത രീതിയിൽ സൂക്ഷിക്കാനുള്ള അതാണ് അവരുടെ ധാന്യക്കുഴി. അങ്ങനെയുള്ള ശാസ്ത്രീയമായ അവർക്ക് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന ആ ശാസ്ത്രീയതൊക്കെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കുകയാണ് നമ്മൾ ചെയ്തത്. നേരെ മറിച്ച് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യല്ല ചെയ്തത്. അതൊക്കെ തെറ്റാണ്, അബദ്ധമാണ്, വേണ്ടാത്തതാണ്, വിഡ്ഢിത്തമാണ് എന്ന നിലയിലാണ് നമ്മൾ ഈ വെള്ളക്കാരൻ്റെ മസ്തിഷ്ക പ്രക്ഷാളനം കൊണ്ട് നമുക്ക് ബോധ്യമായത് നടത്തും. അങ്ങനെയുള്ള ആൾക്കാരാണ് അയ്യോ ഇന്ത്യക്കാർ രക്ഷപ്പെടുത്തിയത് ഈ രാസവളവും കീടനാശിനിയാണെന്നുള്ള. അത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു പിശാച്ചിൻ്റെ വേദമാണ്. ഒരു രാസവളത്തിനും ഒരു രാസവസ്തുവിനും ജീവൻ്റെ മേഖലയിലേക്ക് എത്താൻ കഴിയില്ല. ജൈവ വസ്തുവിൻ്റെ
ജൈവ മേഖലയ്ക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിന് ശരിയായ ഒരു ഫിൽട്ടറിങ്, പ്രകൃതിപരമായ പ്രകൃതിയുടെ സൂപ്പർവിഷനോട് കൂടി നടക്കുന്ന ഒരു പ്രക്രിയയിലൂടെ അല്ലാതെ നേരിട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ല. ജൈവ രീതിയിലേക്ക്, ജൈവ പ്രപഞ്ചത്തിലേക്ക് അതിനെത്താൻ കഴിയില്ല. അപ്പം നമുക്ക് ഇരുമ്പ് വേണമെന്നുള്ളത് ശരിയാണ്, ഹീമോഗ്ലോബിനിൽ ഇരുമ്പ് വേണം. നമ്മൾ ഇരുമ്പ് അങ്ങോട്ട് കടിച്ചു നിന്നുകൊണ്ട് അതായില്ല. അത് ആദ്യം സസ്യങ്ങളുടെ ഭാഗമായിട്ട് സ്വീകരിച്ച് ആ സസ്യത്തെ കയ്പയ്ക്കാണെങ്കിലും നെല്ലിക്കയാണെങ്കിലും അതിൽ നിന്ന് അത് നമ്മൾ തിന്നുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ സ്വാംശീകരിക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ നിങ്ങൾ ഇരുമ്പ് എത്ര കണ്ട് തിന്നാലും അത് ഒരിക്കലും നമ്മളെ ശരീരത്തിന് പിടിക്കില്ല എന്നർത്ഥം. നമ്മൾ ഈ ജീവൻ്റെ അതിലേക്ക് വരണമെങ്കിൽ, ജൈവ വസ്തുവിലേക്ക് വരണമെങ്കിൽ ആദ്യം സസ്യങ്ങളിലൂടെ വരണം. രാസവസ്തുക്കൾ സസ്യങ്ങളിലൂടെ വന്ന് അത് തന്നെ ഈ രാസവസ്തുക്കളെ സസ്യങ്ങൾക്ക് തന്നെ പാചകം ചെയ്ത് കൊടുക്കാനാണ് ഈ ബാക്ടീരിയകളും ഈ സൂക്ഷ്മജീവികളൊക്കെ. അവ ഉണ്ടെങ്കിൽ മാത്രമേ ഇതും നടക്കുന്നുള്ളൂ എന്നർത്ഥം. അങ്ങനെ അല്ലാതെ ഇത് ഒന്നായിട്ട് രാസവളങ്ങളൊക്കെ തന്നെ ഇട്ടാൽ ഇതുണ്ടാവുമെന്നൊക്കെ വിചാരിച്ചാൽ അത് വലിയ അബദ്ധമാവുമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും പിന്നെ ഇതൊരു സത്യമാണ്. ഈ കാട്ടിലാണ് ഏറ്റവും കൂടുതൽ വിളവുണ്ടാവുക. കാട്ടിലെ മണ്ണിലാണ് ഏറ്റവും കൂടുതൽ ജീവൻ്റെ സമൃദ്ധി ഉണ്ടാവുക. ആ സമൃദ്ധിയുടെ ഒരു ബൈ പ്രൊഡക്റ്റാണ് അവിടെ നിലനിൽക്കുന്ന വൃക്ഷങ്ങളുടെ ഇലയാണെങ്കിലും അതിൻ്റെ കായാണെങ്കിലും പൂവാണെങ്കിലൊക്കെ. അതാണ് യഥാർത്ഥത്തിൽ കൃഷിയുടെ അടിത്തറ. എന്തായാലും ഇത് നമ്മൾ മനസ്സിലാക്കണമെന്നും, ശാസ്ത്രത്തിൽ ഒരിക്കലും ലാഭത്തിന് ഒരു ഇടമില്ല. ഈ യഥാർത്ഥത്തിൽ കീടനാശിനിക്കും രാസവളത്തിനും ലാഭം എന്ന ഒന്ന് അവിടെ ഏതെങ്കിലും ചില ഏജൻറ്റുകാർക്കെങ്കിലും ഉണ്ടാവും. ഏതുപോലെ ദൈവം എന്നത് പുരോഹിതൻ എന്ന ഏജൻറ്റിന് ഉപകാരപ്രദമായതുപോലെ രാസവളം എന്നതും കീടനാശിനി എന്നതും അത് ഉൽപ്പാദിപ്പിക്കുന്ന ബഹുരാഷ്ട്ര കുത്തകൾക്ക് ലാഭകരമാവും. ഇവർ രണ്ടുപേരും സമൂഹത്തെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് സമൂഹത്തിൽ അങ്ങനെ ഒരു ശാസ്ത്രം വരുന്നത് അർത്ഥം. അത് മാറാൻ ഒരു പ്രയാസമില്ല. ഇത് ലാഭത്തിന് വേണ്ടി അല്ലാത്ത രീതിയിൽ നമ്മൾ കൊണ്ടു നടന്നാൽ തന്നെ മതി. എന്നാൽ ശരിയിലേക്ക് മനുഷ്യൻ അടുത്തുകൊണ്ടേയിരിക്കും. ഈ സാധനം ഉപയോഗിച്ചാൽ കൂടുതൽ വിളവുണ്ടാവുമോ? അതല്ല, വിളവ് കുറയുകയാണോ? ഈ മണ്ണിൻ്റെ ഗുണം കൂടുകയാണോ കുറയുകയാണോ എന്ന ശരിയായ ഗവേഷണത്തിലേക്ക് മനുഷ്യൻ കടക്കണമെങ്കിൽ ലാഭം എന്നത് ഇതിനിടയിൽ നിന്ന് പോകണം. അതായത് ഇത് ചൂഷണം ചെയ്യാനുള്ള ദൈവവിശ്വാസമാണെങ്കിലും, അല്ലെങ്കിൽ പിന്നെ പിശാചിൻ്റെ വിശ്വാസമാണെങ്കിലും, ഭൂതപ്രേതാദികളുടെ വിശ്വാസമാണെങ്കിലും, അതൊക്കെ ചൂഷണം ചെയ്യാനുള്ള ഒരാൾ ഇല്ലാതാവുമ്പോൾ മാത്രമേ അത് ഇല്ലാതാവുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ കൃഷി എന്ന സംരംഭത്തിൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ കൃഷിയുടെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട്, അല്ലെങ്കിൽ സെക്കൻഡറിയാണ്. യഥാർത്ഥത്തിൽ സൂര്യപ്രകാശത്തെ സ്വീകരിക്കുക, ഓക്സിജൻ പുറത്തു വിടുക, കാർബോഹൈഡ്രേറ്റിനെ സ്വീകരിക്കുക, അതായത് വിഷത്തെ സ്വീകരിച്ച് ശുദ്ധവായുവെ പുറത്തു വിടുന്ന ഒരു പ്രക്രിയ. അതിന് സൗര ഊർജം അല്ലെങ്കിൽ സോളാർ അയണൈസേഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കൃഷി. അതുകൊണ്ട് പല ഗുണങ്ങളും അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട്, അല്ലെങ്കിൽ അതുവഴി നമ്മളെ ജീവിക്കാനുള്ള, നമ്മളെ ഊഷ്മാവിലുള്ള പിന്നെ നിയന്ത്രണം ഉണ്ടാകുന്നു.
അത് മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരും. ഇങ്ങനെയുള്ള പല, അതേപോലെ തന്നെ ധാന്യങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമാണ്. ആ രീതിയിലേക്ക് ശാസ്ത്രീയമായി മനുഷ്യൻ പുരോഗമിക്കാൻ എന്തു വേണം? ലാഭത്തിന് വേണ്ടിയല്ലാത്ത അത് കൃഷി വരണം എന്നർത്ഥം. ലാഭത്തിന് വേണ്ടിയാണ് ഇന്ന് നടക്കുന്നത്. അത് ആദ്യം ഈ പ്രൈവറ്റായിട്ടുള്ള സ്വകാര്യ ആൾക്കാർക്ക് ലാഭത്തിന് വേണ്ടി, പുരോഹിതന്മാരാണെങ്കിലും ബഹുരാഷ്ട്ര കുത്തകളാണെങ്കിലും, അത് ആദ്യം അവരെ തകർത്ത് കഴിഞ്ഞാൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുള്ളൂ. അപ്പോഴേ നമ്മൾ കൂടുതൽ ശരിയിലേക്ക് നീങ്ങുള്ളൂ. അപ്പോഴേ നമ്മൾ യഥാർത്ഥ ഗവേഷണം നടത്താൻ നമുക്ക് കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഏതുപോലെ എന്ന് വെച്ചാൽ, നമ്മളെ ജീവൻ എന്നൊരു സാധനം ഉള്ളിടത്തോളം കാലം ജീവികളിൽ നമ്മൾ എന്ത് ഗവേഷണം നടത്തുമ്പോഴും ഒരു പരിമിതി ഉണ്ട്. കാരണം അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഒരു മരുന്നും പ്രയോഗിക്കാനും പരിശോധിക്കാനും ഗവേഷണം നടത്താനും കഴിയില്ല. കാരണം ജീവൻ ഉണ്ടെങ്കിലേ ഇതൊക്കെ പ്രവർത്തിക്കുള്ളൂ. അതേപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ. അത് കൊണ്ട് ഉപകാരമുള്ള കുറേ, അതല്ലെങ്കിൽ അതിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവവിശ്വാസം കൊണ്ട് പുരോഹിതന്മാർക്ക് ഉപകാരം. കാരണം അവർ ജോലി ചെയ്യാതെ തടിച്ചു കൊഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ അവർക്ക് കഴിയും. അതേപോലെ തന്നെ രാസവളം കൊണ്ട് ഉപകാരം ബഹുരാഷ്ട്ര കുത്തകൾക്ക്. കാരണം അവർക്ക് ആകെയുള്ള ഈ സമ്പത്തുനിന്ന് ഒരു വലിയ പരിധിവരെ ചൂഷണം ചെയ്ത് അവർക്ക് അടിച്ചു പൊളിച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാകുന്നു. ഇത് രണ്ടും ഇല്ലാതാവുന്ന കാലത്ത് മാത്രമേ ഏറ്റവും ചുരുങ്ങിയെന്ന് കൃഷിയുടെ കാര്യത്തിൽ ഈ ബഹുരാഷ്ട്ര കുത്തകകൾ ഇല്ലാതാവുക. അത് അവർ മറ്റുള്ളവരുടെ ഇത് ഇല്ലാതാവുന്ന ഒരവസ്ഥയിൽ മാത്രമേ, അതായത് എല്ലാം ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കീഴിൽ വരുമ്പോൾ മാത്രമേ അത് കൂടുതൽ ശരിയിലേക്കും കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഗവേഷണങ്ങളിലേക്കും വരുള്ളൂ. അത് 22-ാം നൂറ്റാണ്ടോടു കൂടി വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നും ഈ ബഹുരാഷ്ട്ര കുത്തകളുടെയും അന്യൻ്റെ സ്വത്തും അധ്വാനവും സമ്പത്തും കവർന്നെടുക്കുക എന്ന രീതി നിലവിലുള്ള, എത്രയോ കാലമായിട്ട് നിലവിലുള്ളതാണ്. അതിൻ്റെ അവസാനത്തെ ഒരു വാക്താക്കളാണ് ബഹുരാഷ്ട്ര കുത്തകളും നാറ്റോ ശക്തികളും. അവർ തകർന്നാലല്ലാതെ, പ്രത്യേകിച്ചും നാറ്റോ ശക്തികളാണ് അവർക്കുള്ള എല്ലാ സംരക്ഷണവും ഊർജവും പിന്നെ ശക്തിയും ഒക്കെ നൽകുന്നത്. ആ നാറ്റോ ശക്തികൾ, അമേരിക്ക അടക്കമുള്ള നാറ്റോ ശക്തികൾ തകർന്നാൽ മാത്രമേ ഇതിൽ യഥാർത്ഥത്തിൽ അർത്ഥപൂർണമായ ഗവേഷണങ്ങൾ നടക്കണമെങ്കിൽ അപ്പോഴേ ഇത് നടക്കുള്ളൂ. അതല്ലെങ്കിൽ അതിലൊക്കെ തന്നെ മറ്റ് താല്പര്യങ്ങൾ കടന്നുകൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഈ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഈ നാറ്റോ ശക്തികളുടെ ശക്തി കുറഞ്ഞു വരികയാണ്. മാത്രമല്ല അവർ തോൽപ്പിക്കപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. ശരിയാണ്, 700ഓളം സൈനിക താവളങ്ങളും എത്രയോ വർഷങ്ങളായിട്ടുള്ള ആയുധ ശേഖരണങ്ങളും ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് അമേരിക്ക, അവരുടെ നേതൃത്വത്തിലുള്ളത്. ഒക്കെ ശരിയാണെങ്കിൽ പോലും ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് സാമ്പത്തിക ധാരയിൽ അമേരിക്ക തോറ്റു കഴിഞ്ഞിരിക്കുന്നു. ഇനി മിലിറ്ററിയുടെ കാര്യത്തിലാണ് തോൽക്കാനുള്ളത്. മിലിറ്ററിയുടെ കാര്യത്തിലും സാമ്പത്തികമായ അവസ്ഥക്ക് വളരെ സ്വാധീനമുള്ളത് കൊണ്ട് അവർ തോൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്.
ഈ അടുത്ത ദിവസം ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ആരോഗ്യത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ചികിത്സയെക്കുറിച്ചിട്ട് നമുക്ക് ഇതേ പരമ്പര തുടരാവുന്നതാണ്. അത് ഒരുപക്ഷെ നാളെയും മറ്റന്നാളും എനിക്ക് വേറെ കുറേ പരിപാടികളുള്ളതുകൊണ്ട് നടന്നോളുന്നില്ല. മറ്റന്നാൾ എന്തായാലും ശ്രമിക്കാം.